Zara Gold Diamonds and Platinum CPA Complex CPA Junction Edavanna Sigma Electronics Gallery Edavanna Para Arikod Manjeri Nilambur ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ. 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ. കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി എടുത്ത കുഴികൾ ശരിയായ രീതിയിൽ അടയ്ക്കാത്തത് അപകടങ്ങൾക്ക് കാരണമാക്കുന്നു. എടവണ്ണ അരീക്കോട് റോഡിൽ കല്ലിടവ് മേഖലയിലാണ് അപകടം പതിവാക്കുന്നത്. റോഡിന്റെ പ്രവൃത്തി നടത്താൻ ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടിട്ട് നടപടി ഉണ്ടാകുന്നില്ല. ഇന്നും 2 വാഹന അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായത്. റോഡിലെ കുഴികൾ ശ്രദ്ധയിൽപ്പെടാതെ എത്തുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത്. എടവണ്ണ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായാണ് ഈ മേഖലയിൽ റോഡിൽ കുഴിയെടുത്തത്. പമ്പിംഗ് സമയത്ത് പൈപ്പ് പൊട്ടിയതോടെ അടുത്തിടെ പ്രവൃത്തി പൂർത്തിയായ ഈ റോഡിന്റെ പല ഭാഗങ്ങളും തകരുകയായിരുന്നു. തുടർന്ന് ബന്ധപ്പെട്ടവർ പ്രവൃത്തി നടത്തിയെങ്കിലും ഇത് കാര്യക്ഷമമായില്ല. 1 വർഷമായി ഈ രൂപത്തിലാണ് റോഡ്. സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് ലൈൻ കൊണ്ടുപോകുന്നതിന് വേണ്ടി റോഡിൽ കുഴിയെടുത്തതിൻ്റെ ഭാഗമായി വളരെയധികം അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദിവസം പ്രതി 3ഉം 4ഉം അപകടങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് നേരം വെളുത്തതിന് ശേഷം 2 അപകടങ്ങളാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ച ആളുകളാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇതിന് ഒരു പരിഹാരം കാണണം. ഇതുപോലെ തന്നെ ഒരു സംഗതിയായിരുന്നു വടശ്ശേരി ഭാഗത്ത് കുറച്ച് മുമ്പ് നടന്നത്. അവിടെ ഒരു പാവം ഓട്ടോ ഡ്രൈവർ ആ കുഴിയിൽ ചാടി മരിക്കുന്ന ഒരു സ്ഥിതി വരെ ഉണ്ടായി. അത്തരം ഒരു സ്ഥിതിയിലേക്ക് ഈ പ്രദേശത്തെ മാറ്റരുത്. അതുപോലുള്ള ഒരു അപകടം വരുന്നതിന് മുമ്പ് തന്നെ ഇതിന് തക്കതായ ഒരു പ്രതിവിധി കാണണം എന്നുള്ളതാണ്. ഏകദേശം 1 വർഷമായി ഇത് ഇതേപോലെ നിൽക്കുന്നു. വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ കലക്ടർക്ക് പരാതി കൊടുത്തു. ഞങ്ങൾ പോലീസിൽ പോയി പറഞ്ഞപ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഇപ്പോൾ പോലീസുകാരടക്കം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദിനം പ്രതി നട്ടബോധയ്ക്ക് 2 മണിക്കൊക്കെ അപകടം ഒരു തുടർക്കഥയായി നിലകൊള്ളുകയാണ് പറയാൻ. ഇപ്പോൾ ഇനി ഇവിടെ ആരെങ്കിലും വീണാൽ എടുത്തു കൊണ്ടാകാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഇത് പോണത്. ഇത് വാട്ടർ അതോറിറ്റിയും KSTPയും തമ്മിലുള്ള ഒരു രൂക്ഷമായ തർക്കത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പം ആരാണ് എന്നുള്ളത് ആരായാലും അപകടം ഇവിടെ ഒരു തുടർക്കഥയാണ്. ഇത് എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിൽ പല ജീവനുകളും പല തലകളും ഇവിടെ ഉരുളും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഇപ്പൊ ഇന്ന് രാവിലെയും 2 അപകടം ഇവിടെ നടന്നു. ഇനിയും ഇതേപോലെ നടന്നു കഴിഞ്ഞിട്ടാണ് റോഡ് ഉപരോധം അടക്കമുള്ള സമരം മാർഗങ്ങളെ കുറിച്ച് ആലോചിക്കേണ്ടെന്ന് വരുമെന്ന് ഇവിടുത്തെ അധികാരികളോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. റോഡിൽ വാഹന ഡ്രൈവർമാർക്ക് പെട്ടെന്ന് കാണാത്ത രൂപത്തിലുള്ള വലിയ കുഴികളാണ് റോഡിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. ഇതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. ഇന്ന് രാവിലെ 2 വാഹനങ്ങളാണ് പ്രദേശത്ത് അപകടത്തിൽപ്പെട്ടത്. ഇവരെ നാട്ടുകാർ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. മേഖലയിൽ നിരന്തരം അപകടങ്ങൾ പതിവായതോടെ നാട്ടുകാർ ബന്ധപ്പെട്ടവർക്ക് വിവരം നൽകിയിരുന്നു. വാർഡ് മെമ്പർ ജില്ലാ കലക്ടർക്കും പരാതി നൽകി. എന്നാൽ റോഡിന്റെ പ്രവൃത്തി നടത്താൻ ഇവർ തയ്യാറാകുന്നില്ല. വാട്ടർ അതോറിറ്റിയും KSTP അതോറിറ്റിയുമുള്ള തർക്കമാണ് പ്രശ്നപരിഹാരം വൈകുന്നതിന് കാരണമാകുന്നതായി നാട്ടുകാർ പറയുന്നത്. ഈ അപകടം ഒരു തുടർക്കഥയായി മാറുകയാണ്. ഞങ്ങൾ ആധികാരികളുമായിട്ട് പല ടൈമിലും ഞങ്ങൾ ബന്ധപ്പെട്ടു. ആരും ഒരു തക്കതായ മറുപടി അല്ല ഞങ്ങൾക്ക് തരുന്നത്. ഞങ്ങൾക്ക് ഇനി പറയാനുള്ളത് എന്താ വെച്ചെങ്കിൽ ഇനി ഞങ്ങൾ ശക്തമായ സമര പരിപാടികളായിട്ട് ജനകീയ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. ഇത്തരം റോഡിലുള്ള അപകട കുഴികളുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെടുമ്പം നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രയാസം, അതായത് നമ്മളൊരു PWD ഡിപ്പാർട്ട്മെന്റിനെ വിളിക്കുമ്പോൾ അത് വാട്ടർ അതോറിറ്റിയാണ്, വാട്ടർ അതോറിറ്റിനെ വിളിക്കുമ്പോൾ PWD ആണ്. പല പ്രയാസങ്ങളും ഇത് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു കുഴി, റോഡിലുള്ള ഒരു കുഴി അടക്കുകയാണെങ്കിൽ അവർ ടാർ ചെയ്ത് അടക്കാൻ വരുമ്പോൾ
അവര് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഒരു കുഴി അടക്കാൻ പറയുമ്പോൾ അത് നമ്മളതല്ല, അത് വാട്ടർ അതോറിറ്റിയാണ്. വാട്ടർ അതോറിറ്റി ചെയ്യാൻ വരുമ്പോൾ അവരോട് പറയുമ്പോൾ അവർ പറയുന്നത് PWD അവരാണ് ചെയ്യേണ്ടത്. ഇത് മാനസികമായിട്ട് നമ്മൾ പൊതുജനങ്ങൾ ഇടങ്ങേറാണ്. കാരണം ഒരുപാട് അപകടങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടെ പരിചയമുള്ള ആളുകൾക്ക് വലിയ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ, ഇന്നിപ്പോ ഞാനടക്കമുള്ള ആളുകൾ ഇപ്പോൾ 2 പ്രാവശ്യം രാജഗിരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇവിടെ അപകടം സംഭവിച്ചതാണ്. അതുപോലെ മറ്റു സ്ഥലങ്ങളിലും ഉണ്ട്. ഇതുപോലെ തന്നെ ഈ പൈപ്പ് ലൈൻ പോയ ഭാഗങ്ങൾ മറ്റു സ്ഥലങ്ങളിലും ഇതുപോലെ കുണ്ടുകളുണ്ട്. അതിൽ ശ്രദ്ധിക്കപ്പെടാതെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയാണ്. അതുകൊണ്ട് ഇതിന് തക്കതായ ഒരു പ്രതിവിധി ഉണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇല്ലെങ്കിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനകീയമായ ഒരു പ്രക്ഷോഭം ഞങ്ങൾ സംഘടിപ്പിക്കും. പൊതുവെ നമ്മൾ കണ്ടുവരുന്ന വിഷയം എന്താ വെച്ചാൽ, ആരെങ്കിലും ഒന്ന് അപകടത്തിൽപ്പെട്ട് മരണപ്പെടുമ്പോൾ അപ്പോൾ അതിനൊരു തീരുമാനമാവും. അതിലേറെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ പൊതുജനങ്ങൾക്ക് അപകടത്തിൽ വരാതിരിക്കാൻ വേണ്ടി, ഒരു ജീവൻ പൊലിയാതിരിക്കാൻ വേണ്ടി, അതിനു മുന്നോടിയായിട്ടുള്ള അപകടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികളാണ് നേരത്തെ ചെയ്യേണ്ടത്. അല്ലാതെ ഒരാൾ മരണപ്പെടുമ്പോൾ അതിനു വേണ്ട നടപടികളല്ല വരേണ്ടത്. നമ്മളെ ഇതിന്റെ വെയിറ്റാലെ എല്ലാ പ്രാവശ്യം നടത്തിക്കണേ. ഇവരോട് 3 പ്രാവശ്യം ഞാൻ വിളിച്ചറിയിക്കണേ. അപകടം ഉണ്ട് ഇവിടെ, അപകടം ഉണ്ട്. കണ്ണിന് മുന്നിൽ എന്നെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. എന്നാ പെണ്ണും ചങ്ങായി വീണ് ഒന്നും പറ്റാത്ത അള്ളാന്റെ തോന്നിക്കാണ്. ഇതൊക്കെ ശ്രദ്ധിക്കാത്തോണ്ടില്ല ഉദ്യോഗസ്ഥന്മാരൊക്കെ വളരെ വീഴ്ചയുണ്ട്. റോഡിന്റെ അറ്റകുറ്റപ്പണി വൈകുകയാണെങ്കിൽ ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. Zara Gold Diamonds and Platinum CPA Complex CPA Junction എടവണ്ണ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ, എടവണ്ണ.